വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ടുള്ളതേ കോട്ടയ്ക്കുള്ള ലവ്ലി ലേഡി ബ്യൂട്ടി പാർലറിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് കുറേ ദിവസങ്ങളായിട്ടോ. അനിയത്തി എന്ന് നാട്ടിൽ വന്നപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആക്ച്വലി നല്ല ലെങ്തുള്ള മുടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്കൊരു ആഗ്രഹം ഷോർട്ടാക്കി ഒന്ന് സ്മൂത്തനിങ് ചെയ്തിടണമെന്ന് കേട്ടോ. അപ്പോൾ ഒന്നും വിചാരിച്ചില്ല. അപ്പോൾ അവൾ വരുന്നതിന് മുന്നേ തന്നെ എന്നോട് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു അപ്പോയിൻമെൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ രാവിലെ തന്നെ കുട്ടീസിനെയൊക്കെ അനിയനെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയത്. സർവീസ് ഒന്നും പറയണ്ട, അടിപൊളിയായിരുന്നു. ഈ കുട്ടിയായിരുന്നിട്ട് ഫുള്ള് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ദീപ എന്നാണ് അതിൻ്റെ പേര്. അപ്പം അവിടുത്തെ സർവീസ് ആണെങ്കിലും അവിടുത്തെ മാം ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഹെയർ വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവരവിടെ പരിപാടി തുടങ്ങിയപ്പോഴത്തേക്ക് നല്ലൊരു മിററൊക്കെ കണ്ടില്ലേ. ഞാനും കുറച്ച് ഷോ ഓഫ് ആകാമെന്ന് എത്തിയിട്ടോ. നമ്മളവിടെ ഒരു 11:45 ആയിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. രാവിലെ നമ്മൾ ലൈറ്റായിട്ട് എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. എനിക്കും അവൾക്കും വിശന്ന് കൂറ കുത്തി. ഇപ്പം കഴിയും കുറച്ച് കഴിയട്ടെ എന്തായാലും കഴിഞ്ഞിട്ടിറങ്ങാം. അതൊരു വുമൺസ് മാളിനുള്ളിലായിരുന്നു കേട്ടോ ബ്യൂട്ടി പാർലർ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരണമല്ലോ എന്നുള്ള മടിക്ക് ഞാൻ അവിടെ തന്നെ ഇരുന്ന് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും വിശന്ന് കരിഞ്ഞ് കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് പോസ്റ്റായി. ഞാനൊരു 2-3 ട്രിപ്പ് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ ഉറങ്ങി വീഴുമായിരുന്നു ഗെയ്സ് അവിടെ. അപ്പോഴത്തേക്ക് എന്തായാലും അങ്ങനെ ഉറങ്ങി വീണുകൊണ്ട് സമയം അധികം പോയത് അറിഞ്ഞില്ല. എന്തായാലും കലാപരിപാടികളൊക്കെ ഉണ്ട്. അവളവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് മുടി സെറ്റായപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഉറക്കവും കഴിഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം ഒരു 6:30 ആയിട്ടുണ്ട്. അടിപൊളി മഴയും. ഞങ്ങൾ എങ്ങനെയൊക്കെയോ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങളാകെ കുട്ടികളെ ഇട്ടിട്ട് പോയേണ്ട ഒരു ഇതിലായിരുന്നു. പിറ്റേന്ന് എടുത്തൊരു ഫോട്ടോ ഉണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക.